ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള ഭാഗങ്ങളിൽ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. പൗലോസ് പറയുന്നു, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. ജീവിതത്തിനകത്ത്, ഈ ക്രിസ്തീയ ലൈഫിനകത്ത് നമ്മൾ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ കഷ്ടതകൾ വരാറുണ്ട്. ധന്യനായ അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിനകത്ത് ഏകദേശം 25-ൽ പരം കഷ്ടതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഫേസ് ചെയ്ത് പോയ അപ്പോസ്തലൻ അതിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രയാസങ്ങളാണ് ജീവിതത്തിനകത്ത് വന്ന കഷ്ടതകൾക്ക്, പക്ഷേ അതിനകത്ത് അനുഭവിച്ച സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. അത് സഹിക്കാനുള്ള ഒരു കൃപ, ഒരു വരം. ജീവിതത്തിനകത്ത് കഷ്ടത മാറിയിട്ടുള്ള ഒരു ജീവിതമല്ല, ഇത് ചേർന്ന് നിൽക്കുന്നതാണ്. അതിനകത്തുള്ള സഹിഷ്ണുതയാണ് പറയുന്നത് നമ്മൾ ക്രിസ്തുവിൽ മുന്നോട്ട് നടക്കാൻ കർത്താവ് സഹായിക്കുന്നത്. അടുത്ത ഭാഗം പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ എങ്ങനെ സഹിഷ്ണുത കിട്ടും? അത് കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ, കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ നോക്കുമ്പോൾ, കർത്താവ് അനുഭവിച്ചതിൻ്റെ ഒരംശം പോലും പ്രിയരെ നമ്മുടെ ലൈഫിനകത്തില്ല. ഗെത്സമനെ തോട്ടത്തിനകത്ത് വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ, കൂടെ ഒന്ന് ചേർന്നിരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന 12 പേരിൽ ഒരാൾ പോലും ഇല്ല. എപ്പോഴും ഏത് സാഹചര്യത്തിലും ജീവനെ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ പത്രോസ് പോലും ഇല്ല. എന്നാൽ അപ്പോഴും മടുത്തു പോകാതെ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ആ കർത്താവ് തൻ്റെ ജീവിതത്തിനകത്ത് വന്ന കഷ്ടതകൾ, കർത്താവിൻ്റെ ജീവിതത്തിനകത്ത് വന്ന പ്രയാസങ്ങൾ, അതിനകത്തൊന്നും മടുത്തു പോകാതെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് ആ കാൽവരിയുടെ ക്രൂശ് വരെ സഹിഷ്ണുതയോടെ നിന്ന് ആ കഷ്ടതയ്ക്കകത്ത് വന്ന ആ സഹിഷ്ണുത, ആ പ്രാർത്ഥനയിലൂടെ നേടിയ ആ കരുത്ത്, വചനം പറയുന്നുണ്ട്, ദൂതനിറങ്ങി കർത്താവിനെ ശുശ്രൂഷിച്ചു എന്നാണ്. ആരുമില്ലെങ്കിലും പ്രിയരെ, സഹിഷ്ണുതയുണ്ടോ? കഷ്ടതയ്ക്കകത്ത് സഹായിക്കാൻ കർത്താവ് കൂടെയുണ്ട്. എന്നാൽ ആ സഹിഷ്ണുതയുടെ അപ്പുറത്ത് 3-ാമത്തെ ദിവസം കല്ലറയ്ക്കകത്ത് നിന്ന് ആ കഷ്ടതയും ആ പ്രയാസങ്ങളും എല്ലാം ഭേദിച്ച് സാത്താൻ്റെ തലയെ തകർത്ത ആ കർത്താവ് പുനരുദ്ധാനത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും കഷ്ടതയിൽ സഹിഷ്ണുതയുണ്ടോ? കഷ്ടതയ്ക്കകത്ത്, പ്രയാസത്തിനകത്ത് നിലനിൽക്കാൻ ഒരു പ്രാർത്ഥനാ ലൈഫുണ്ടോ? വചനം പറയുന്നു, നമ്മെ ബലത്തോടെ നടത്തുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ജീവിതത്തിനകത്ത് വരുന്ന പ്രയാസങ്ങൾക്കകത്ത് സഹിഷ്ണുതയോടെ പ്രാർത്ഥനയിലുറ്റിരുന്ന് മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.